Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാട്ട് ഈസ് ഇൻ മൈ മേക്കപ്പ് പൗച്ച്. എൻ്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് അപ്പോൾ എൻ്റെ മേക്കപ്പ് പൗച്ച് വന്നിട്ടാ. ഇത് സെബാമെഡിൻ്റെ ഒരു മേക്കപ്പ് പൗച്ചാണ്. ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ളൊരു പൗച്ചാണ് കേട്ടോ. അപ്പം ഇതിലാണ് ഇപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്. നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളത്. ഐറ്റംസ് ആയിട്ടുള്ളത് വൺ വന്നിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. നമ്മൾക്ക് എല്ലാവരുടെ അടുത്തും നിർബന്ധമായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് ഒരു മോയ്സ്ചറൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോൺസിൻ്റെതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ലൈവ് മോയ്സ്ചറൈസറും പിന്നെ അതുപോലെ സൂപ്പർ ജെൽ മോയ്സ്ചറൈസറും ഒക്കെ ഞാൻ കുറേ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പാക്ക് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണിത്. പിന്നെ വന്നിട്ടുള്ളതാണ് സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായിക്കോട്ടെ പുറത്ത് പോകുമ്പോഴായിക്കോട്ടെ മസ്റ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നല്ല വെയിലാണ്, അപ്പം എന്തായാലും സ്കിൻ കെയറിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു സൺസ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ പുതിയ പാക്കായിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് പോലില്ല. ഇതിൻ്റെ ഒരു പാക്ക് ഞാൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദെൻ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ, അതിൻ്റെ തന്നെ ഒരു കുഞ്ഞ് പാക്കുണ്ട്. ഇത് കഴിയാറായി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് ഒരു ഫൗണ്ടേഷൻ. ഇത് മെബിലൈൻ്റെ ഫിറ്റ്മി ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒക്കേഷനലി മാത്രം ഞാൻ ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ സംഭവമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഐവറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള മാച്ച് ആവുന്നൊരു ഷെയ്ഡ് തന്നെയാണ്. ദെൻ പിന്നെ വന്നിട്ടുള്ളതാണ് കൺസീലർ. ഇത് LA ഗേൾഡ് ഒരു കൺസീലറാണ്. എനിക്ക് ഉറക്കക്കുറവൊക്കെ ഉള്ള കാരണം ഇപ്പോൾ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനും ഈ പറയുന്ന പോലെ ഒക്കേഷണലി മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കുറേ ഇത് വാങ്ങിച്ചിട്ടാ. നല്ലൊരു കൺസീലർ തന്നെയാണ്. എനിക്ക് വേറെ കൺസീലർ കൂടി വാങ്ങിക്കണം. ഞാനിപ്പം കറൻലി ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ഇതിലിപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ അവിടെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്കിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ട്. ഇതിപ്പോൾ എൻ്റെ ഇത്രയും ആണുള്ളത് ഇവിടെ. ഇതിലിപ്പോൾ ഡാസലറിൻ്റെത് ഉണ്ട്, അതുപോലെ ബ്ലൂ ഹെവൻ്റെത് ഉണ്ട്, മാൾസിൻ്റെത് ഉണ്ട്, മിസ്സൈറ്റിൻ്റെ, ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സുകളാണ്. ഇപ്പം ലിപ്സ്റ്റിക് ഒരു കൺഫ്യൂഷനാണ്. ഇനി ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ എന്തായാലും ഡ്രൈ ലിപ്സിൽ ഒരിക്കലും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പാടില്ല. മസ്റ്റായിട്ട് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ലിപ് ബാംസ് ആണ് കേട്ടോ. ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ലിപ് ബാം ആണ് കേട്ടോ. പ്രത്യേകിച്ച് കളറും ടിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കൂട്ടാ ഇത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാ ഈ ഒരു ലിപ് ബാം ആണ്. പ്രത്യേകിച്ച് ബ്രാൻഡ് എനിക്കറിയില്ല. അത് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ് കേട്ടോ. ഇല്ലല്ലോ, ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ഒരു നല്ല സ്മെല്ലാണ്. ഒരു ചെറിയുടെ ഒക്കെ ഒരു ഇതായിട്ടുള്ളതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിനൊക്കെ ഇത് ലിപ്സ്റ്റിക്കിന് പകരം ഈ ഒരു ലിപ് ബാം തന്നെ ഇട്ടാൽ മതിയാണ്. ഞാൻ വീട്ടിലൊക്കെ പെട്ടെന്ന് ഇപ്പം എങ്ങനെയും പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം മാത്രം ഇട്ടാണ് പോകാറ്. പിന്നെ വന്നിട്ടുള്ളതാണ് ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളതാണ്. നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്. സെറ്റാഫിൻ്റെ
പിന്നെ മസ്കാര. ഇതും ഞാൻ ഈ പറയുന്ന പോലെ ഒക്കേഷണലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധാ ഒരു ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മസ്കാരാണ്. ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഇപ്പൊ പുറത്തൊക്കെ പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ലിപ്സ്റ്റിക്കും മാത്രം ഇട്ടിട്ടാണ് പോവാറ്. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം ഞാൻ ഐലൈനർ, മസ്കാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വന്നിട്ടുള്ളതാണ് പിന്നെ ഐ മേക്കപ്പിൽ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസലറിന്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുപോലെ കാജലായിട്ട് ഇത് പുളിയമ്പറ്റയുടെ ഒരു കാജലാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ മോനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ മോനിക്ക് ഞാൻ വല്ലാണ്ട് കാജൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനാണ് ഇപ്പൊ യൂസ് ചെയ്യണത്. ഇത് നല്ലൊരു കാജലാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ല നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കാജലാണ്. ഇത് പുളിയമ്പറ്റ ആയുർവേദിക്കിൻ്റെതാണ് കേട്ടോ. ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ബ്ലഷ്. ഇത് ഞാൻ ഈ പറയുന്ന പോലെ ഒക്കേഷണലി മാത്രമേ ബ്ലഷ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഈ ഒരു ബ്ലഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇൻസൈറ്റിന്റെ ബ്ലഷാണ്. നല്ലൊരു ബ്ലഷാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഞാൻ ബ്ലഷായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുള്ളതാണ് ഒരു പെർഫ്യൂം. ഇതെപ്പോഴും എന്റെ പൗച്ചിൽ ഉണ്ടാവും കേട്ടോ. ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്, നല്ല സ്മെല്ലാണ്. ഇത് ഇന്ത്യ സ്മിട്ടൺ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ കുറേ ഇതുപോലെ സ്മിട്ടൺ സാമ്പിൾ പാക്കിന്റെ പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് നല്ല സ്മെല്ലാണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ 2 ബോട്ടിലെങ്ങാനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു വലിയൊരു പാക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എൻ്റെ പൗച്ചിലുള്ളത്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് എൻ്റെ പൗച്ചിലുള്ളത്. എടുത്തതൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വെക്കാം. അപ്പൊ ഗൈസ്, ഇത്രയും ഐറ്റംസ് ആണ് എൻ്റെ പൗച്ചിലുള്ളത്. അത്ര വലിയൊരു അകത്ത് സംഭവങ്ങളൊന്നും ഇതിലില്ല. ഒരു ബിഗിനറാണ്. അപ്പം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ റീസെന്റ് ആയിട്ട് സ്കിൻ കെയറിലും അതുപോലെ മേക്കപ്പിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ അങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്സ് ഒക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് കമന്റ് ചെയ്യാൻ അറിയിക്കാൻ. അപ്പം